ഇന്ന് ഒരു സൂഫി കഥയാണ് പറയുന്നത്. ഞാൻ ഈ സൂഫി കഥ ആദ്യം വായിച്ചത് 50 കൊല്ലമൊന്നുമല്ല, അതിന് മുമ്പ് വായിച്ചു. വായനാശീലം തുടങ്ങിയ കാലത്ത് തന്നെ ഒരു തലയ്ക്കുന്ന് എല്ലാം വായിച്ചു തീരുന്ന സ്വഭാവം ചെറുപ്പത്തിൽ തുടങ്ങിയോണ്ട് സൂഫികളുടെ എല്ലാ ഗ്രന്ഥങ്ങളും കിട്ടാവുന്നിടത്തോളം കളക്ഷൻ കിട്ടി അന്നേ വായിച്ചിരുന്നു. ഒന്നിനും ഒരു വാലും മൂടും ഉണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ കഥയിൽ എന്തോ ഒന്നുണ്ട്. ഇനി ചിലവരില്ലേ ചില പൊട്ടത്തരം പറയാ. ചില കുട്ടികൾ ഇങ്ങനെ വന്നു, അപ്പൊ ആകാശത്തുനിന്ന് ഒരു ബലൂൺ വന്നു, ഒരാന വന്ന് ബലൂൺ ചവിട്ടി, അപ്പൊ ഒരു കുതിര അതിനങ്ങോട്ട് പറന്നുപോയി. പക്ഷെ അത് നമ്മൾ കേട്ടിരിക്കുകയും ചെയ്യും. എന്തോ അതിനകത്തുനിന്ന് ഉണ്ട്. ഗുരു അടുത്ത് വന്നു, ശരി ലോകം ചുറ്റുക. ഇവൻ ലോകം ചുറ്റാൻ പോയി. 12 കൊല്ലം ലോകം ചുറ്റുക. 12 കൊല്ലം ലോകം ചുറ്റി ഗുരുവിനെ കാണാൻ വന്നു. അപ്പൊ ഗുരു പറയണേ, 12 കൊല്ലം കൂടി ചുറ്റ്. അതേ ചോദ്യമില്ല. വീണ്ടും 12 കൊല്ലം ലോകം മുഴുവൻ ചുറ്റി വന്നു. അപ്പൊ 24 ഒന്നും മിണ്ടില്ല. ഗുരു വന്നു, ചുറ്റ് 12 കൊല്ലം കൂടി. അപ്പൊ 36 കൊല്ലായി. 36 കൊല്ലം നമ്മക്ക്. ഈ ചുറ്റുന്നോൻ ഗുരു ഉപദേശത്തിന്റെ അപ്പുറമില്ല. വന്നു, 36 കൊല്ലായി ഞാൻ കഷ്ടപ്പെട്ടു, ചെരുപ്പില്ലാതെ നടന്നു, ഒന്നും പറയണില്ല. 36 കൊല്ലം ഗുരു വന്നു. ആ ശരി, അനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ആത്മജ്ഞാനം കിട്ടണം. വേണമല്ലേ? കൊടുത്തു കരണക്കുറ്റിക്കരടി. കഥ കഴിഞ്ഞു, തീർന്നു. അല്ല, ആള് തീർന്നു എന്നല്ല പറഞ്ഞേട്ടോ. ഞാൻ PR രാമൻ പറഞ്ഞ ഈ കഥ ഇവിടെ അവസാനിച്ചു. കരണക്കുറ്റി കൊടുത്തൊരടി. എന്തേ മനസ്സിലായി? എന്തേ മനസ്സിലായി എന്നുള്ളത് വ്യാഖ്യാനം കേൾക്കുന്നവർ ഊഹിക്കുക എന്നല്ലാതെ ഇങ്ങനത്തെ ആയിരക്കണക്കിന് കഥകൾ ഉണ്ട്, സൂഫി കഥകൾ. ഞാൻ കുറെ കൊല്ലം ഇത് മനസ്സിലിട്ട് കടന്നു കേട്ടോ. എന്തിപ്പാ പൂശയുടെ അർത്ഥം? എന്നാ പിന്നെ ആദ്യം തന്നെ കൊടുക്കായിരുന്നില്ലേ ഒരടി? എന്നാ പിന്നെ ഈ 36 കൊല്ലം ഈ ശിക്ഷയിൽ ചുറ്റണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ആ ശിക്ഷന് ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിക്കാം. അടി കിട്ടിയപ്പോ എന്ത് സംഭവിച്ചു? ഒരു സെക്കൻഡ് മനസ്സ് നിശ്ചലായില്ലേ? ഇത് ഈ അടി കിട്ടുന്ന വിചാരിച്ചിട്ടില്ലല്ലോ. മനസ്സ് നിശ്ചലമായി. മനസ്സ് നിശ്ചലമാകുമ്പോ ജ്ഞാനോദിക്കും. പാമ്പിനെ കണ്ട് പേടിച്ചിട്ട് കുട്ടി ഓടി വരുമ്പോ ആദ്യം എവിടെ പാമ്പ് എന്നല്ല ചോദിക്കുക, എന്താണ് ബഹളം ഉണ്ടാക്കണു? ചിലപ്പോ ചിലരടിക്കും. പാമ്പനെ ഇന്നും കേട്ട് വെപ്രാളപ്പെടുക. എല്ലാം കഴിഞ്ഞ അപ്പൊ അവന്റെ മനസ്സങ്ങോട്ട് പോയി, നിശ്ചലായി മനസ്സ്. അതില്ലെങ്കിൽ ആ പാമ്പിന്റെ പേടി അവനിൽ കാലാകാലം നിൽക്കുന്ന പോലെ. അച്ഛനും ഇതോടൊപ്പം അയ്യോ പാമ്പോ എവിടെടാ എന്നൊക്കെ ചോദിച്ചാൽ ആ പാമ്പിനെ കണ്ടുള്ള പേടി എക്കാലത്തും ബോഡിയിൽ ഒരു തരംഗമായി നിൽക്കും. കൊടുത്തു നിശ്ചലാക്കി. ബഹളം വെക്കുക. പാമ്പ് പലയിടത്തിലുണ്ടാവും, അതിന് കണ്ടുകഴിഞ്ഞാൽ നീ തുടരണത്തിന് എന്ന പോലെ മനസ്സിനെ നിശ്ചലമാക്കിയതാണെന്ന് ഞാൻ പറയുന്നു. അതിലേറെ ഒരു കാര്യം, സമുദ്രത്തിൽ ഒരു ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു ദിവസങ്ങളോളം. ഒരു സൻഗുരു ഒരിടത്ത് ഒരു ഭിക്ഷക്കാരനെ പോലെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചു ഷിപ്പിനകത്തെ ഭിക്ഷക്കാരനെ പോലെയാണ് ഇരിക്കുന്നത്. ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു.
ഒരു മാന്യ വ്യക്തി, ഒരു ഗുരുനാഥൻ ഈ കാഴ്ച കണ്ടു. ഷിപ്പില് യാത്ര ചെയ്ത അനുഭവം ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഒക്കെ അനുഭവം ഒക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഷിപ്പിൽ അന്തമാൻ ദ്വീപിലേക്കൊന്ന് പോയ അനുഭവമാണ് ഉള്ളത്. ഷിപ്പിന്റെ മുകൾ തട്ടിയപ്പോ അവിടെ ഒരു പക്ഷിശാസ്ത്രക്കാരൻ പ്രവചിക്കുന്നൊക്കെ ഞാൻ കേട്ടുകൊണ്ട് മണിക്കൂറുകളോളം ഇരുന്നു. ഷിപ്പിലുള്ളവരൊക്കെ ഭാഗ്യം അറിയാൻ ആഗ്രഹിക്കും. അപ്പൊ ഷിപ്പിൽ ഇങ്ങനത്തെ കാഴ്ചകളെ കാണാം. ആ നീല സമുദ്രത്തിൽ ഇയാൾ നിശ്ചലനായിട്ട് നോക്കി നിൽക്കുന്നു. അപ്പൊ ഈ മഹത് വ്യക്തി ഇദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരിക്കുമ്പോ ഒരു സുഖം കിട്ടുന്നു തോന്നി. ഇദ്ദേഹം വന്നിട്ട് ഈ ഭിക്ഷക്കാരനെ പോലെ തോന്നിക്കുന്ന ആ ഗുരുനാഥന്റെ അടുത്ത് ഇരുന്നു. അവിടുന്ന് വരുന്ന പോസിറ്റീവ് വൈബ്രേഷൻ താങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ ചുറ്റുമുള്ള ചിലവരുടെ നെഗറ്റീവ് വൈബ്രേഷൻ നമുക്ക് താങ്ങാൻ കഴിയില്ല. നമ്മുടെ ചുറ്റും അങ്ങനെയുള്ളവരുണ്ട്, നമ്മുടെ പരിചയക്കാരിലുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളിലുണ്ട്. മുഴുവൻ നെഗറ്റീവാണ്. കുറ്റം പറഞ്ഞ് അവർ ക്ഷീണിച്ചിട്ട് ഇനിയും കുറ്റം പറഞ്ഞ് മതിയായില്ല. രാത്രി കിടന്നുറങ്ങണതിന് മുമ്പ് 25 ആളെ കുറ്റം പറയണം. മറ്റോൻ വലിയ കള്ളനാണ്, ഇന്നാള് കള്ളനാണ്. ഈ നെഗറ്റീവ് വൈബ്രേഷൻ. മഹാത്മാക്കളെ പറ്റി മുഴുവൻ കള്ളൻ. അയാളെ പറ്റി കഥകൾ കേട്ടിട്ടില്ലേ? ഇന്നാളെ പറ്റി, അയാളെ പറ്റിയിട്ട് ജയിലിൽ നിന്ന് പോന്നിട്ടേ ഉള്ളൂ 7 കൊല്ലം. അത് പറഞ്ഞില്ല അല്ലേ? അത് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഇങ്ങനെ കുറ്റം പറയുമ്പോ നെഗറ്റീവ് വൈബ്രേഷൻ ആ വ്യക്തി ഗേറ്റ് കടന്ന് വരുമ്പോഴേക്കേ നമ്മളെ സ്വാധീനിക്കും. ഇനി എത്ര പേരുടെ കുറ്റാണ് പറഞ്ഞത്, അത് നമ്മൾ മാത്രമല്ല, പ്ലസന്റ് വൈബ്രേഷൻ അങ്ങനെയുള്ളവരുണ്ട്. ഭാരതത്തിൽ ഏറ്റവും പ്ലസന്റ് വൈബ്രേഷൻ ഉള്ള വ്യക്തികളെ കണ്ട അനുഭവം എനിക്കുണ്ട്. അവരടുത്ത് എത്തുമ്പോ ഒന്നും പറയാൻ തോന്നില്ല. ഒരു വരി നമ്മൾ വർത്താനം പറയണ്ടേ അവരുടെ അടുത്ത്. നമ്മുടെ ചുറ്റും പ്ലസന്റ് വൈബ്രേഷൻ ഉള്ള ചില കാരണവന്മാരുണ്ടല്ലോ. നല്ല കാരണവന്മാരുള്ളവർ ഭാഗ്യവന്മാരാണ്. എന്താണോ ഗോപാലകൃഷ്ണ, ഇരിക്കി, നിനക്ക് ചായ വേണോ? ചായ വേണ്ട. എന്താ ഈ വന്ന്? അല്ല, വെറുതെ വന്നു. ഈ ചില പോകുമ്പോ എന്നെ കാണാൻ കയറുന്നില്ല. അവന്റെ ഒരു പ്രയാസവും പറഞ്ഞില്ല. ഈ വ്യക്തിയുടെ അടുത്തിരുന്നപ്പോഴേക്കും അവന്റെ പ്രശ്നമൊക്കെ പോയി. പ്ലസന്റ് വൈബ്രേഷൻ കൂടുതലുള്ളവരുടെ അടുത്ത് എത്തുമ്പോ നമ്മൾ ഒന്നും പറയില്ല. കുചേലൻ കൃഷ്ണനോട് എന്തെങ്കിലും പറഞ്ഞു? കുചേലൻ കൃഷ്ണനോട്, കൃഷ്ണ ഞാൻ വന്ന കാര്യം പറയാമല്ലോ, കോപ്പറേറ്റീവ് ബാങ്കിൽ 1.5 ലക്ഷം റുപ്യ ലോൺ എടുത്തിരുന്നു. ഇപ്പൊ പലിശ ഉൾപ്പെടെ 2.5 ലക്ഷമായി. ഒന്ന് ശരിയായി തരണം. അങ്ങനെ വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വ്യക്തിയുടെ പ്ലസന്റ് വൈബ്രേഷൻ ഉണ്ടാക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സ്വാധീനം കൊണ്ട് ഇദ്ദേഹം മാറി കുറെ അകലെ പോയി. ഷിപ്പില് ഒരു യാത്രക്കാരന്റെ മാല മോഷണം പോയി. മാല മോഷണം പോയപ്പോ അവിടെ മുഴുവൻ അറിഞ്ഞു ആരാണ് മാല എടുത്ത് മാറ്റിയിരിക്കുന്നത്. സംശയം. ആദ്യം ആരെയാ പരിശോധിക്കുക? ഇങ്ങനെ ഇരിക്കുന്നവരെ ആരും പരിശോധിക്കാതെ മുഷ്ണ വസ്ത്രം ധരിച്ചവരെ, നെഗറ്റീവായവരെ, പാവം രാത്രി തലേദിവസം രാത്രി അത്താഴപ്പട്ടിണി കിടന്നിട്ട് എവിടെങ്കിലും കിടന്ന് മയങ്ങിയവരെ, ഇവരെയാ സംശയിക്കുക. ഈ വ്യക്തിയെ സംശയിക്കുക. ഇപ്പൊ തന്നെ അയാളെ 2 അടി കൊടുത്തിട്ട് സത്യം തെളിയിക്കാം എന്ന് പറഞ്ഞ് കപ്പലിലെ കപ്പിത്താനോ ഉദ്യോഗസ്ഥന്മാരോ ആകോ തല്ലാൻ വന്നു. ആ അടിക്കാനായിട്ട് വരുന്ന വിവരം അറിഞ്ഞപ്പോ ഈ വ്യക്തി അവിടെ ചെന്നിട്ട് പറഞ്ഞു, അങ്ങയെ ദ്രോഹിക്കാൻ വരുന്നു, മാല മോഷ്ടിച്ചു എന്ന കാര്യവും പറഞ്ഞിട്ട് കൂളായിട്ട് ഇരുന്നു.
നിങ്ങളല്ലേ മാല മോഷ്ടിച്ചതെന്ന് ചോദിച്ചു. ഇദ്ദേഹം ഒരു പ്രത്യേക ഭാവത്തിൽ സമുദ്രത്തിലേക്ക് നോക്കി. വളരെ വലിയ മീനുകൾ, ചെറിയ മീനുകള് അല്ല, കുറച്ച് വലിയ മീനുകള്, കുറെ മീനുകള് ഇങ്ങോട്ട് പൊന്തി ഷിപ്പിന്റെ മുമ്പിൽ. എല്ലാ മീനുകളും ഓരോ മാല കടിച്ചെടുത്തിരിക്കുന്നു. എല്ലാ മീനിന്റെ ചുണ്ടത്തും ഓരോ മാല ഉണ്ട്. ഇദ്ദേഹത്തെ സഹായിക്കാൻ. ഇത് നമ്മൾ അറിയേണ്ടതല്ല, എന്തോ ഇതിലുണ്ട്. ഇദ്ദേഹം പറഞ്ഞു, ഈ ഏത് മാലയെ പോയി വെച്ചാൽ അതിന്നൊരു മാല എടുത്തോളൂ. മാല നഷ്ടപ്പെട്ട ആള് ഏതോ മീനിന്റെ പലതരം ഒരു മീനിന്റെ വായിൽ നിന്ന് ആ മാല എടുത്തു. മീനുകൾ അപ്രത്യക്ഷമായി. യഥാർത്ഥത്തിൽ മാല മോഷ്ടിച്ച ആൾ അവിടെ ഉണ്ടായിരുന്നു. അയാളിൽ പരിവർത്തനം വന്നു. എനിക്ക് മാപ്പ് തരണം എന്നുകൊണ്ട് എല്ലാവരുടെയും കാൽക്കല് ആ വ്യക്തി വീണു. കഥയുടെ അന്ത്യം ഈ ഇത്രയും കഴിഞ്ഞ് എന്തോ ഡ്യൂട്ടി കഴിഞ്ഞ പോലെ സമുദ്രത്തിലേക്ക് ഇറങ്ങി നടന്നാട് പോയി. നടക്കണ കഥയാണോ, ഉണ്ടായതാണോ? പക്ഷെ ഇന്ന് എന്തൊക്കെയോ കിട്ടാണ്ട്. ഇത്രയും കഴിഞ്ഞ് അത് എന്തിനാ അവിടെ വന്നിരുന്ന് സമുദ്രത്തിൽ കൂടെ നടന്നു പോകും. പല കഥകളും കഥയിൽ ക്ലൈമാക്സ് വരെ പറഞ്ഞു തീരലല്ല. ഇതിന്റെയൊക്കെ സ്വാധീനം നമ്മുടെ ചെറുകഥകളിൽ ഉണ്ടായിട്ടുണ്ട്. ചില കഥകളിലൊക്കെ അവസാനം ചിലവരങ്ങോട്ട് പോകുമ്പോ എവിടേക്കാ പോയി എഴുതിയ ആൾക്കും അറിയില്ല. ഈ വക കഥകൾ നമ്മളെ സ്വാധീനിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് വാക്കുകൾ സംഭവിക്കുന്നു.